പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് തുടങ്ങാം, അധികം സമയം കളയാതെ തന്നെ തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 4-ാം അധ്യായമായിരുന്നു. നമ്മൾ വായിച്ചത്, അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്, മുദ്ര വെച്ച നീരുറവ. അപ്പം നമ്മളെല്ലാവരുമാണ് ആ ഉദ്യാനം. നമ്മൾ അടച്ചുപൂട്ടിയ ഉദ്യാനമായിരിക്കണം. എല്ലാവർക്കും കയറി ഇറങ്ങാവുന്ന ഒരു സ്ഥലമായിരിക്കരുത്, അത് അടച്ചുപൂട്ടിയ ഒരു സ്ഥലമായിരിക്കണം. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേവാലയമായിരിക്കണം നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് എല്ലാം ഒരു ദേവാലയത്തിൻ്റെ പരിഭാവനതയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുമെന്നാണ് കൊറിന്തോസിൽ നമ്മൾ വായിച്ചത്. അപ്പം നമ്മളെല്ലാവരും ഒരു ദൈവാലയമാണ്. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ഒരു ആലയമാണ്, ദേവാലയമാണ്. നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സാങ്ക്ടം സാങ്ക്ടോറം അല്ലെങ്കിൽ ഒരു ഹോളി ഓഫ് ഹോളീസ്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമ്മുടെ കർത്താവിന്, നമ്മുടെ പ്രിയന് മാത്രമേ എൻട്രി ഉള്ളൂ. എല്ലാവർക്കും കയറി ഇറങ്ങാവുന്ന ഒരു സ്ഥലമല്ല ആ അതിവിശുദ്ധ സ്ഥലം. അതിനെ അതിൻ്റേതായ പവിത്രതയോടെ അല്ലെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. അപ്പം അടച്ചുപൂട്ടിയ ഉദ്യാനമാണ് എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി അടച്ച ഉദ്യാനമാണ്, മുദ്ര വെച്ച നീരുറവ. ഉദ്യാനത്തിലെ ഉറവയാണ് നീ, ജീവജലത്തിൻ്റെ കിണർ, ലെബനോനിൽ നിന്ന് ഒഴുകുന്ന അരുവി. അപ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, രേണു ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക, മ്യൂട്ട് ചെയ്യുക. സോങ് ഓഫ് സോളമൻ ഉത്തമഗീതം ബുക്ക് തുറന്ന് വയ്ക്കുക. 5-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഇനിയിപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. ലൈൻ ബൈ വേർഡോ ലൈൻ ബൈ ലൈനോ എക്സ്പ്ലനേഷൻ ഞാൻ തരണം എന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം ഇപ്പം നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ഉത്തമഗീതം വായിക്കേണ്ടത്. ആത്മാവിൻ്റെ ഒരു തലത്തിലേക്ക്, അല്ലേ, ആ ഉന്നതമായ ഒരു തലത്തിലേക്ക് കയറി നിന്നിട്ട് ആ ദൈവ സ്നേഹാഗ്നിയിൽ എരിഞ്ഞുകൊണ്ട് ആ ആത്മാവിൻ്റെ തലത്തിൽ, ശരീരത്തിൻ്റെ തലത്തിലല്ല, ആത്മാവിൻ്റെ തലത്തിൽ കയറി നിന്നുകൊണ്ട് വേണം നമ്മൾ വായിക്കാൻ. ദൈവവുമായി ഒന്നാകുന്നവൻ, കർത്താവുമായി ഒന്നിക്കുന്നവൻ അവൻ്റെ ആത്മാവുമായി ഒന്നിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ആത്മാവിൻ്റെ തലത്തിലുള്ള ഒരു ബന്ധമാണ്. ശരീരത്തിൻ്റെ തലത്തിലാണ് അതിൻ്റെ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നെങ്കിലും നമ്മൾ ആ തലത്തിലേക്ക് കയറി നിന്ന് വേണം വായിക്കാൻ. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗുപ്തനിധികളെയും, അല്ലേ, അടങ്ങിയിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. അപ്പം ഓരോ വേഴ്സും എടുത്താൽ ഒത്തിരി എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു വേഴ്സ് എടുത്താൽ നമുക്കതിനെപ്പറ്റി 20 മിനിറ്റ്സ് സംസാരിക്കാനുള്ള അത്രയും കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അപ്പം അത് അങ്ങനെ ഓരോ വേഴ്സായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ലെവലിലേക്ക് അങ്ങ് കയറി കഴിയുമ്പോൾ നിങ്ങൾക്കതെല്ലാം അങ്ങ് മനസ്സിലാകും, അല്ലേ? ആഡമിന് ഈവിനെ പറ്റി ദൈവം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല മനസ്സിലായത്, അവൻ ആ ഗ്രേസിൽ നിന്നപ്പോൾ ഒരു റിഫ്ലക്ഷനിൽ എന്നതുപോലെ അവന് മനസ്സിലായി. അപ്പം നമ്മളും കുമ്പസാരിച്ച് ഒരുങ്ങി ആ ഒരുക്കത്തോടുകൂടി ഈ പുസ്തകം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലും ആ പ്രകാശം പരക്കും. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പയ്യെ മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കം മാത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ 3-4 ക്ലാസ്സിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഒത്തിരി കുഞ്ഞു രഹസ്യങ്ങളുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന്, നിങ്ങൾ ഒത്തിരി പേര് കൗൺസിലിങ്ങിന് പോകുന്നവരാണല്ലോ. അപ്പോൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ട്രഷേഴ്സ് ഹിഡൻ ആണ് ഈ പുസ്തകത്തിൽ. അപ്പം അതെല്ലാം നമുക്ക് സ്ലോലി മനസ്സിലാകാൻ തുടങ്ങും, അല്ലേ? അതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും ഓരോന്നും. അപ്പം ഞാൻ ഇപ്പോഴും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ 4 ക്ലാസ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളിവിടെ നിൽക്കരുത്. കയറി ആ യാക്കോബ് കണ്ട ഗോവണിയില്ലേ, ആ ഗോവണി വഴി കയറി ആ വലിയ ദൈവ സ്നേഹത്തിൻ്റെ ആ ഉത്തുംഗ ശൃംഗത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പകുതി വഴിയായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ കാൽഭാഗമായിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ അവിടെ നിൽക്കരുത്. കയറി ആ മേളിലോട്ട് കയറും തോറും കൂടുതൽ രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വായിച്ച് നിർത്തിയത്
ഞാനൊരു ഉദ്യാനമാണെന്ന് പറയുന്നു. അപ്പം മണവാട്ടി ഞാൻ പറഞ്ഞ പോലെ ഇൻവൈറ്റ് ചെയ്യുക. വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരിക, എൻ്റെ ഉദ്യാനത്തിൽ വീശുക, അതിൻ്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ. അപ്പം മണവാളനെ ഇൻവൈറ്റ് ചെയ്യുക മണവാട്ടി തൻ്റെ ഉദ്യാനത്തിലെ ഫലങ്ങളെല്ലാം ആസ്വദിക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ നല്ല നല്ല ഫലങ്ങളുണ്ടായിരിക്കണം അല്ലേ. വിശുദ്ധമായി നമ്മളതിനെ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മണവാളൻ വന്നു കഴിയുമ്പോഴത്തേക്ക് അവന് വിഷമായിപ്പോൾ, അല്ലെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോൾ. അപ്പോൾ 5-ാമത്തെ ഇതിൽ തുടങ്ങാം. മണവാളൻ പറയുക, മണവാട്ടി ഇൻവൈറ്റ് ചെയ്തല്ലോ. 5-ാമത്തേൽ മണവാളൻ പറയുക, എൻ്റെ സോദരി, എൻ്റെ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഞാൻ വീഞ്ഞും പാലും കുടിക്കുന്നു. തിന്നുക തോഴന്മാരെ, കുടിക്കുക, കാമുകന്മാരെ കുടിച്ച് മതിക്കുക. അപ്പം മണവാളൻ ആ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് മണവാട്ടിയോട് പറയുക, എൻ്റെ സഹോദരി, എൻ്റെ മണവാട്ടി. അപ്പോൾ സോദരി എന്നാണ് വിളിക്കുന്ന ആ ഇന്നസെൻറ്റ് ലവ് കേട്ടോ. ആ ലവ് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ കൺക്യുപിസൻസ്, ലവ് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം ഓൾ ലസ്റ്റ്. ആ ഒരു ഇന്നസെൻറ്റ് ലവിലാണ് മണവാളൻ മണവാട്ടിയോട് സംസാരിക്കുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു വിവാഹബന്ധത്തിലൊക്കെയും എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട ഒരു പവിത്രതയാണത് കേട്ടോ. അപ്പോൾ അതിനകത്തൊരു നിഷ്കളങ്കമായ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ വിവാഹത്തിലേക്ക് കടന്ന ഓരോ വ്യക്തിയുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എൻ്റെ സഹോദരി, എൻ്റെ മണവാട്ടി, ഞാൻ എൻ്റെ പൂന്തോപ്പിലേക്ക് വരുന്നു. ഞാൻ സുഗന്ധദ്രവ്യങ്ങളും മീറയും സംഭരിക്കുന്നു. തേനും തേൻകട്ടയും ഞാൻ ആസ്വദിക്കുന്നു. ഇനി 2-ാമത്തേതിൽ മണവാട്ടി പറയുന്നു, ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ മണവാട്ടി ഉറക്കത്തിൽ പോലും അവളുടെ ഹൃദയം ഒരുക്കമുള്ളതാണ് അല്ലേ. ഉറക്കത്തിൽ പോലും അവളുടെ ഹൃദയം ഉണർന്നാണ് ഇരിക്കുന്നത്. പ്രിയൻ വാതിലിൽ മുട്ടിയപ്പോഴേ അവൾ അറിയുന്നുണ്ട്. അപ്പം ഒരുങ്ങിയിരിക്കുക, ജാഗരൂകരായിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഈശോയെ എപ്പോഴും പറയുന്നുണ്ട് അല്ലേ. കാരണം പ്രിയൻ എപ്പോഴാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നതെന്ന് അറിയത്തില്ല അല്ലേ. ആ ബുദ്ധിമതികളായ കന്യകമാരുടെ ആ സ്റ്റോറിയും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. നമുക്ക് പറയാൻ അയ്യോ ഞാൻ ഉറങ്ങുമായിരുന്നു പ്രിയൻ വന്നപ്പോൾ അതുകൊണ്ട് കേട്ടില്ല എന്ന് പറയാൻ പാടില്ല. ഉറക്കത്തിൽ പോലും നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം. അത് നമ്മളുടെ ഒരു പ്രിപ്പയർഡ്നെസ്സിനെ അല്ലെ നമ്മുടെ ആ ഒരുങ്ങിയിരിക്കുന്നതിനെ കാണിക്കുവാണ്. ഞാൻ ഉറങ്ങി, പക്ഷേ എൻ്റെ ഹൃദയം ഉണർന്നിരുന്നു. അതാ എൻ്റെ പ്രിയൻ വാതിലിൽ മുട്ടുന്നു. അപ്പോൾ മണവാളൻ പറയുക, എൻ്റെ സോദരി, മണവാളൻ വാതിലിൽ മുട്ടുവാണല്ലോ. എൻ്റെ സോദരി, എൻ്റെ പ്രിയേ, എൻ്റെ മാടപ്പിറാവേ, എൻ്റെ പൂർണ്ണവതി, തുറന്നു തരിക. എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞു തുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. അപ്പം പ്രിയൻ വാതിലിൽ മുട്ടിയിട്ട് പ്രിയയോട് അല്ലെ മണവാട്ടിയോട് പറയാണ്, നീ തുറന്നു തരിക. എൻ്റെ തല തുഷാര ബിന്ദുക്കൾ കൊണ്ടും എൻ്റെ മുടി മഞ്ഞു തുള്ളികൾ കൊണ്ടും നനഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ പറയാൻ മറന്നുപോയി, എല്ലാവരും എന്നോടൊപ്പം ഉറക്കെ വായിക്കുക കേട്ടോ. 5-ാമത്തെ അധ്യായം 3 തൊട്ട് 8 വരെ, 3-ാമത്തെ വേഴ്സ് തൊട്ട് 3 to 8 എല്ലാവർക്കും ഉറക്കെ വായിക്കാം. മണവാട്ടി പറയുവാണ്. അപ്പോൾ മണവാളൻ വന്നു, ഇൻവിറ്റേഷൻ സ്വീകരിച്ചു, വന്നു, വാതിലിൽ മുട്ടി. ഒരുക്കത്തോടുകൂടി ഇരുന്ന മണവാട്ടി ആ മുട്ടിൻ്റെ സ്വരം കേട്ടു. മണവാളൻ പറയുവാണ്, തുറന്നു തരികയെന്ന്. അപ്പോൾ മണവാട്ടി എന്താ പറയുന്നത്? 3 to 8 ഉറക്കെ വായിക്കുക കേട്ടോ. ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു, ഞാനത് എങ്ങനെ അണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി, ഞാൻ ഇനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു, എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളിയും വാതിൽ കൊളുത്തിൽ ഇറ്റു വീണു. എൻ്റെ പ്രിയനായി ഞാൻ കതകു തുറന്നു, പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു. അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു, അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ. അപ്പം നിങ്ങളെല്ലാവരും ഉറക്കെ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 3 തൊട്ട് 8 വരെ എന്താ നമ്മൾ കാണുന്നത്? മണവാളൻ വന്നു തട്ടി. അപ്പം മണവാട്ടി 1 മിനിറ്റ് ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തല്ലേ, 1 മിനിറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നു. അവൾ പറഞ്ഞ് തുറക്കാൻ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. എന്തുകൊണ്ടായിരിക്കും അത് വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ എൻ്റെ അങ്കി ഊരിക്കളഞ്ഞു, ഞാൻ അത് എങ്ങനെ അണിയും? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി, ഞാൻ ഇനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? എന്നിട്ട് പക്ഷേ അവൾ അങ്ങനെ പറഞ്ഞ് ഒരു ചെറിയ ഡിലേ വന്നെങ്കിലും
പക്ഷേ അവളുടെ ആക്ഷനുകളിൽ അവൾ ഉടനെ തന്നെ തുറക്കുവാണ്. എൻ്റെ പ്രിയൻ വാതിൽ കൊളുത്തിൽ പിടിച്ചു, എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി, എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് തുറന്നു കൊടുത്തു. അപ്പം ചർച്ച് ഫാദേഴ്സൊക്കെ അതിനെ പറയുന്നുണ്ട്. നമ്മൾ ചിലപ്പം പ്രിയൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോൾ, ചിലപ്പം നമ്മൾ ഒരുങ്ങാതിരിക്കുന്ന ഒരവസ്ഥയാകാം അല്ലേ. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു ഇതിൽ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം മണവാട്ടി ആ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും എല്ലാം ബഹുദൂരം വന്നു കഴിഞ്ഞല്ലേ. അപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഒരു ദൈവത്തോട് അല്ലെങ്കിൽ ആ മണവാളനോട് അടുത്ത ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് അവൾ ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചതായിട്ട് നമ്മളിങ്ങനെ കാണുന്നു ഇവിടെ. എങ്കിൽ പോലും അടുത്ത നിമിഷം അവൾ പറയുന്നു, എൻ്റെ ഹൃദയം പരവശമായി തുറന്നു കൊടുക്കുന്നു, ഞാൻ അവനെ തുറന്നപ്പോൾ അവൻ പോയി. അപ്പോൾ അവൾ പുറകെ ഓടി നടന്ന് തപ്പുന്നു. അപ്പം അവളുടെ ആക്ഷൻസിൽ കാണുന്നത് അവൾ പ്രിയനെ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നാണ്. അപ്പം ഞാൻ അവളുടെ ഒരുക്കക്കുറവായിട്ട് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇങ്ങനെയാണ് അതിനെ വിചാരിക്കുന്നത്. എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയാം. പെട്ടെന്ന് കണ്ടപ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലേ, പ്രിയനെ കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു സ്തബ്ധയായിപ്പോയി എന്നൊക്കെ പറയൂലേ, ആ ഒരു അവസ്ഥയായിരുന്നായിരിക്കാം ഒരു പക്ഷേ ആ മണവാട്ടി കടന്നു പോയത്. ഒരുക്കക്കുറവായിട്ട് എനിക്കതിനെ തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നൊരു സന്ദേശവും അതിലുണ്ടെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. പക്ഷേ ഇവളുടെ ആക്ഷൻസ് അതുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. കാരണം അവൾ ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി എഴുന്നേറ്റ് എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി, എൻ്റെ പ്രിയന് തുറക്കുവാൻ വേണ്ടി ഞാൻ എഴുന്നേറ്റു. അതീവ സ്നേഹത്തോടു കൂടി അവൾ തുറന്നു. അവൻ വിളിച്ചപ്പോൾ അവൾ പറയുന്ന എൻ്റെ ഹൃദയം പരവശമായി എന്നാ ഒച്ച കേട്ടപ്പോൾ എൻ്റെ ഹൃദയം പരവശമായി, സ്നേഹത്താൽ അവളങ്ങ് ഉരുകി പോയി. പക്ഷേ അപ്പോഴത്തേക്ക് അവൻ പോയി കഴിഞ്ഞു. അപ്പോൾ അവൾ ഡെസ്പെറേറ്റായിട്ട് വിഷമത്തോടുകൂടി അവനെ അന്വേഷിച്ച് പോവുകയാണ്. കണ്ടെത്തിയില്ല, അവനെ വിളിച്ചു, അവൻ വിളി കേട്ടില്ല. കാവൽക്കാർ നഗരത്തിലൂടെ ചുറ്റിക്കറങ്ങുമ്പോൾ എന്നെ കണ്ടു, അവരെന്നെ തല്ലി, അവരെന്നെ മുറിവേൽപ്പിച്ചു, അവർ എൻ്റെ അങ്കി കവർന്നെടുത്തു. മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ. അത് എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തി. കാരണം മതിലുകളുടെ ആ കാവൽക്കാർ എന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെ മനസ്സിലാക്കിയത് വളരെ റെസ്പോൺസിബിളായിട്ടുള്ള പൊസിഷനിൽ ദൈവം ഇരുത്തിയിരിക്കുന്ന ആരോ ആണ് അവളെ അടിക്കുകയും അവളുടെ അങ്കി കവർന്നെടുക്കുകയും അവളെ മുറിവേൽപ്പിക്കുകയും ചെയ്തത്. അപ്പം മതിലുകൾ നമ്മൾ 8-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, മണവാട്ടി പറയുന്നു ഞാനൊരു മതിലാണെന്ന്. അപ്പം ഞാനൊരു മതിലാണെന്ന് പറയുമ്പോൾ ഉത്തമ മണവാട്ടി പറയുവാണ് ഞാനൊരു മതിലാണ്. അപ്പോൾ ഒരു മതിൽ എന്ന് പറയുമ്പം അതൊരു ആത്മാവാണെന്ന് നമുക്കതിനെ വ്യാഖ്യാനിക്കാം അല്ലേ. അപ്പം ആത്മാവിൻ്റെ ആ കാവൽക്കാർ അല്ലേ, ആത്മാവിൻ്റെ ആ മതിലുകളുടെ ആ കാവൽക്കാർ തന്നെ. അതെന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തി അത് വായിച്ചപ്പോഴും. അപ്പം എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെ എത്രയധികം ശ്രദ്ധയോടും വിശുദ്ധിയോടും അതീവ ജാഗ്രതയോടും കൂടിയാണ് അത് ഓരോ റെസ്പോൺസിബിലിറ്റിയും ചെയ്യേണ്ടത് അല്ലേ. അത് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു കോളായിട്ട് വേണേൽ നമുക്കതിനെ എടുക്കാം കേട്ടോ. കാരണം ദൈവം നമ്മളിലൊരു റെസ്പോൺസിബിലിറ്റി തന്നു കഴിയുമ്പോൾ നമ്മളത് ഏറ്റവും വിശുദ്ധമായിട്ടും ഏറ്റവും പെർഫെക്റ്റായിട്ടും വേണം അതിനെ ചെയ്യാൻ. ദൈവം തന്നിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി അതിൻ്റേതായ വിലയോടും മഹാത്മ്യത്തോടും കൂടി വേണം നമ്മളതിനെ കൈകാര്യം ചെയ്യാൻ. വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി തീരുമെന്നാണ് അല്ലേ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക, വലിയ കാര്യങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുമെന്നാണ് വചനം പറയുന്നത് അല്ലേ. ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ ദൈവം ഏൽപ്പിച്ച ഓരോ കർത്തവ്യങ്ങളും അതീവ വിശുദ്ധിയോടെ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. അതീവ ജാഗ്രതയോടും വിശുദ്ധിയോടും അർപ്പണബോധത്തോടും ഒക്കെ വേണം നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് 8 പറയുന്നു, ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു, എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ. അവൾക്ക് വല്ലാത്ത സ്നേഹമാണ് പ്രിയനോട് കേട്ടോ, ഭയങ്കര, അവളുടെ ഹൃദയം വിവശമായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ ആ ഉത്തമ മണവാട്ടിക്ക് ദൈവത്തോടുള്ള സ്നേഹം എത്ര തീവ്രമായിരുന്നു എന്ന്. അപ്പം നമ്മുടെ മാനുഷികമായ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതൊരു ലിമിറ്റേഷനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റത്തില്ല, അതിനപ്പുറമാണ്. അപ്പം നമുക്കതിനെ മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തു തന്നെ സ്നേഹത്തെ പ്രതി ബലിയായി കൊടുത്ത ആ സ്നേഹം ആലോചിച്ചാൽ നമുക്ക് അതിൻ്റെ ഒരംശം മനസ്സിലാകും. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അതീതമായ അതിവിശുദ്ധമായ പരിപാവനമായ നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് ദൈവസ്നേഹം. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണം. അപ്പോൾ തോഴിമാർ, സഖിമാരെന്താ പറയുന്നത്, എല്ലാവരും ഉറക്കെ വായിക്കുക.
മാനിനിമാരിൽ അതിസുന്ദരി, 9, മാനിനിമാരിൽ അതിസുന്ദരി, ഇതര കാമുകന്മാരെക്കാൾ നിന്റെ കാമുകന് എന്ത് മേന്മയാണുള്ളത്? ഞങ്ങളോടിങ്ങനെ കെഞ്ചാൻ മാത്രം നിന്റെ കാമുകന് മറ്റു കാമുകന്മാരെക്കാൾ എന്ത് മേന്മ? അപ്പോൾ ഇവളുടെ വിഷമവും ഇവളുടെ ആശങ്കയും സങ്കടവും ഒക്കെ കണ്ടിട്ട് സഖിമാർ ചോദിക്കുക, ഇത്രമാത്രം നീ അവനെ സ്നേഹിക്കാൻ എന്താ അവൻ ഇത്ര മേന്മ നീ കണ്ടിരിക്കുന്നതെന്ന് അവരങ്ങ് ചോദിക്കുക. അവർക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, അവർ ചോദിക്കുകയാണ്. അപ്പോൾ മണവാട്ടി എന്താ പറഞ്ഞത്? അതെല്ലാവരും ഉറക്കെ വായിക്കണം കേട്ടോ, ഉറക്കെ തന്നെ വായിക്കുക. 5:10 തൊട്ട് 16 വരെ. എൻ്റെ പ്രിയൻ അരുണനെപ്പോലെ തേജസ്സുറ്റവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ, അവൻ്റെ ശിരസ് തനി തങ്കമാണ്, കാക്കക്കറുപ്പുള്ള അവൻ്റെ അളകാവലി തിരമാലയ്ക്ക് തുല്യം, അവൻ്റെ കണ്ണുകൾ അരുവിക്കരയിലെ പ്രാവുകളെപ്പോലെയാണ്, പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവുകളെപ്പോലെ തന്നെ, അവൻ്റെ കവിളുകൾ സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങൾ പോലെയാണ്, അവിടെ നിന്ന് പരിമളം പൊഴിയുന്നു, അവൻ്റെ അധരം ലില്ലിപ്പൂക്കളാണ്, അവിടെ നിന്ന് നറും പശദ്രവം ഇറ്റുവീഴുന്നു, അവൻ്റെ ഭുജങ്ങൾ രത്നം പതിച്ച സുവർണ ദണ്ഡുകൾ, അവൻ്റെ ശരീരം ഇന്ദ്രനീലം പതിച്ച ദന്തനിർമ്മിതിയാണ്, അവൻ്റെ കാലുകൾ സുവർണതലത്തിൽ ഉറപ്പിച്ച വെണ്ണക്കൽ സ്തംഭങ്ങൾ, അവൻ്റെ ആകാരം ലബനോനിലെ വിശിഷ്ടമായ ദേവദാരു പോലെ, അവൻ്റെ മൊഴികൾ അതിമധുരമാണ്, എല്ലാം കൊണ്ടും അഭികാമ്യനാണവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. അപ്പം നമ്മളിത് വായിക്കുമ്പോൾ വെളിപാടിൽ യോഹന്നാൻ കണ്ട് മനുഷ്യപുത്രൻ്റെ സൗന്ദര്യം അല്ലേ, ഡാനിയേലും കണ്ടിട്ടുണ്ട്, ഡാനിയേൽ 7:9 കണ്ടിട്ടുണ്ട്, പിന്നെ വെളിപാട് 1:9. ഞാൻ അതും കൂടെ ഒന്ന് വായിക്കാം, 1:10 തൊട്ട് വായിക്കാം. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി എഫേസോസ്, സ്മിർന, പെർഗമോസ്, തിയത്തിറ, സാർഡിസ്, ഫിലഡൽഫിയ, ലവോദോക്യ എന്നീ 7 സ്ഥലങ്ങളിലെ സഭകൾക്ക് അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവൻ്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുക്കിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെ പോലെയും. അവൻ്റെ വലത് കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ് തലവാൾ, വദനം പൂർണ്ണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലത്തുകൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്ത്യവും. അപ്പം യോഹന്നാൻ കാണുന്നുണ്ട് കർത്താവിൻ്റെ ആ സൗന്ദര്യം അല്ലേ, അതിനോടൊരു 1-to-1 മാച്ചിങ് ഇല്ല, പക്ഷേ അതുപോലൊരു സൗന്ദര്യമുള്ള ആളായിട്ടാണ് ഉത്തമ മണവാട്ടിയും ക്രിസ്തുവിനെ അല്ലെ ഈശോയെ വർണ്ണിക്കുന്നത് അല്ലേ. എന്നിട്ട് ലാസ്റ്റ് അവൾ പറയുവാണ്, അവൻ്റെ മൊഴികൾ അതിമധുരമാണ്, എല്ലാം കൊണ്ടും അഭികാമ്യനാണവൻ. ജെറുസലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. അപ്പം നമ്മൾ ആ സ്നേഹത്തിലായി കഴിയുമ്പോൾ മാത്രമേ നമുക്കത് ഈ ഉത്തമ മണവാട്ടി എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നമുക്കത് പൂർണ്ണതയിൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങയോട് ആ സ്നേഹത്തിൽ ഒന്നായിരിക്കാനുള്ള ഒരു വലിയ കൃപ എനിക്ക് തരണമേ, അങ്ങയെ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ളൊരു വലിയ കൃപ എനിക്ക് തരണമേ. ആ സ്നേഹത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ആ സ്നേഹത്തിൽ ഇങ്ങനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന പോലെ ഒരു അനുഭവം വന്നപ്പോൾ, ദൈവം എൻ്റെ ചുറ്റുമായിരിക്കുന്നു എന്നുള്ള ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു പീസാണ്. വേറൊരിക്കലും ഞാൻ ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി, പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ അന്നേരം കർത്താവ് എന്നോട് സംസാരിച്ച് 1-2 വചനങ്ങൾ കേട്ടപ്പോൾ ഈ ഉത്തമ മണവാട്ടി പറഞ്ഞ പോലെ എൻ്റെ ഹൃദയത്തിൽ അതങ്ങ് ഉരുകിപ്പോയി. ഹൃദയം എന്ന് പറഞ്ഞാൽ അത്രയും സ്വീറ്റാണ് ആ വോയിസ്, അത്രയും കമ്പാഷനേറ്റാണ് ആ വോയിസ്, അത്രയും സ്നേഹം തുളുമ്പിയതാണ് ആ വോയിസ്. നമുക്കത് ഒരു മനുഷ്യനും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പം നമ്മുടെ ഭർത്താവോ മക്കളോ ഒക്കെ എത്ര നമ്മളെ സ്നേഹിച്ചാലും ആ സ്നേഹത്തിന് മുമ്പിൽ ഇത് ഡിമ്മാണെന്ന് നമുക്ക് തോന്നും. അതായത് ഒരു സൂര്യനും ഒരു മെഴുകുതിരിയും പോലെ ഒരു വ്യത്യാസം, സൂര്യൻ നിൽക്കുന്നതും ഒരു മെഴുകുതിരിയും പോലെ ഒരു വ്യത്യാസമുണ്ട്. കർത്താവിൻ്റെ സ്നേഹവും അവൻ്റെ ആ സ്നേഹത്തിൽ നമ്മൾ ചുറ്റപ്പെട്ട് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ സ്നേഹത്തിൽ ചുറ്റപ്പെട്ടിരിക്കുമ്പോഴോ ആ വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു ദൈവസ്നേഹത്തിന് വേണ്ടിയാണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായതാണ്,
നമ്മൾ പലരും ഓർക്കില്ലേ, നമുക്ക് ആ സ്നേഹങ്ങൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം നമ്മൾ ആഗ്രഹിച്ച അത്രയും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മക്കളിൽ നിന്നുള്ള സ്നേഹം നമുക്ക് കിട്ടുന്നില്ല, എന്തെങ്കിലും സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലേ ചില സമയത്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ. പക്ഷേ ഒരിക്കലും നമ്മൾ കർത്താവിൻ്റെ ആ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും അത് ഓക്കെ ആണെന്ന് തോന്നും. കാരണം ഞാൻ പറഞ്ഞ പോലെ സൂര്യനും മെഴുകുതിരിയുമാണ്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുമ്പോൾ ആരും കംപ്ലയിൻറ്റ് ചെയ്യത്തില്ലല്ലോ മെഴുകുതിരി കത്തുന്നില്ല എന്ന്, അല്ലേ? സൂര്യൻ്റെ ഉദിച്ച് നിൽക്കുമ്പോൾ ആരും ഒരു കംപ്ലയിൻറ്റും പറയത്തില്ല മെഴുകുതിരി വെളിച്ചം ഇല്ല എന്ന്. അപ്പോൾ ദൈവസ്നേഹത്തിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്യത്തില്ല, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയില്ല, മക്കളുടെ സ്നേഹം കിട്ടിയില്ല എന്നൊന്നും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യത്തില്ല. പകരം നമ്മൾ ആ സ്നേഹത്തിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ ഭർത്താവിനെയും മക്കളെയൊക്കെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ അവരിൽ നിന്ന് കിട്ടാത്ത ആ സ്നേഹം നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ തോന്നും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ആ ദൈവസ്നേഹത്തിൽ നിറയണം. അപ്പോൾ ഉത്തമ മണവാട്ടി അതെല്ലാത്തിലും നിറഞ്ഞതാണ് അവൾ. അതുകൊണ്ടാണ് അവൾക്കത് ആ മണവാളൻ്റെ ആ സൗന്ദര്യം അവൾ അങ്ങനെ പറയുന്നത്. അവൻ്റെ മൊഴികൾ അതിമധുരമാണ്, എല്ലാം കൊണ്ടും അഭികാമ്യനാണ് അവൻ. യെരൂശലേം പുത്രിമാരെ, ഇതാണെൻ്റെ പ്രിയൻ, ഇതാണെൻ്റെ തോഴൻ. നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റണം, യെരൂശലേം പുത്രിമാരെ, ഇതാണ് എൻ്റെ പ്രിയൻ, ഇതാണ് എൻ്റെ തോഴൻ. ആ ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ 5 ഞാൻ ഇത്രയാണ് പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ലൈൻ ബൈ ലൈൻ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പിന്നീട് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമ്മൾ 6 കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും 6 എടുത്തിട്ട് ഒന്നും കൂടെ വായിക്കാം. നമുക്ക് ഒന്നോട്ട് വായിക്കാം. അങ്കനമാരിൽ അഴകാർന്നവളെ, നിന്റെ പ്രിയൻ എങ്ങുപോയി? എങ്ങോട്ടാണ് നിന്റെ പ്രിയൻ പിരിഞ്ഞു പോയത്? പറയൂ, നിന്നോടൊപ്പം ഞങ്ങളും അവനെ തേടി വരാം. അപ്പോൾ ഇവളുടെ വിഷമം കണ്ടിട്ട് തോഴിമാർ അല്ലെങ്കിൽ സഖിമാർ പറയുവാണ്, ഞങ്ങളും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാം, എവിടോട്ടാണ് പോയത്, ഞങ്ങളും കൂടെ നിൻ്റെ കൂടെ വന്നിട്ട് അന്വേഷിക്കാമെന്ന്. അപ്പോൾ മണവാട്ടി എന്താ പറയുന്നത്? ഉറക്കെ വായിച്ചു കേട്ടോ. എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക്, സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി, തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും, അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് ടച്ച് ചെയ്താൽ അല്ലേ, പ്രിയനാണ് ആട്ടിൻപറ്റത്തെ മേയ്ക്കുന്നത്. ആട്ടിൻപറ്റമെന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ച എല്ലാവരും ആട്ടിൻപറ്റത്തിൽ പെടുന്നു. നല്ലവരും ചീത്ത ആൾക്കാരും പാപത്തിൽ ജീവിക്കുന്നവരും അവൻ്റെ കമാൻഡ്മെൻറ്റ്സ് പാലിക്കാത്തവരും എല്ലാവരും ഒരു ആട്ടിൻപറ്റമാണ് അല്ലേ. പക്ഷേ ആട്ടിൻപറ്റത്തെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രിയൻ എത്ര ബുദ്ധിമുട്ടാണല്ലേ. ലോകത്തിൻ്റെ തിന്മയും പാപവും എല്ലാം കണ്ടില്ല എന്ന് വെച്ച് അല്ലേ, നോഹയുടെ കാലത്ത് ദൈവം നിവർത്തികേടുകൊണ്ട് അല്ലെങ്കിൽ ആ പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് ലോകത്തെ നശിപ്പിക്കാൻ നിർബന്ധിതനായി. ഇപ്പോൾ പോലും അവൻ ഈ പാപം കാണുമ്പോൾ അവൻ എന്തൊരു ആ അതിവിശുദ്ധനായ ദൈവത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അവനെ ആ ബുദ്ധിമുട്ടേറിയ ജോലിയിൽ അവനൊരു സ്വാന്തനം നൽകാനാണ് അവൻ്റെ പാതയിൽ ലില്ലിപ്പൂക്കളെ വിട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അവൻ്റെ ലില്ലിപ്പൂവായിത്തീരണം, അവന് സ്വാന്തനം കൊടുക്കാൻ അല്ലേ. അപ്പോൾ അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കോള്. അപ്പം ആ ലില്ലിപ്പൂക്കളെ ശേഖരിക്കുന്ന ഒരു സമയമുണ്ട് അല്ലേ. നമ്മളെല്ലാം ലില്ലിയായിട്ടിരുന്നിട്ട് അത് ശേഖരിക്കാനും അവന് വലിയ സന്തോഷമാണ് കേട്ടോ. ലില്ലിപ്പൂക്കളെ ശേഖരിക്കുക എന്ന് പറയുമ്പോൾ അവൻ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സ്വർഗത്തിൽ വലിയൊരു സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. എൻ്റെ പ്രാണപ്രിയൻ തൻ്റെ ഉദ്യാനത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി, തൻ്റെ ആട്ടിൻപറ്റത്തെ മേയ്ക്കാനും ലില്ലിപ്പൂക്കൾ ശേഖരിക്കാനും തന്നെ. അപ്പം നമ്മളൊക്കെ ലില്ലിപ്പൂവായിട്ട് ആ വിശുദ്ധിയുടെ പരിപൂർണതയിൽ പ്രിയൻ നോക്കുമ്പോൾ എത്തിക്കഴിയുമ്പോൾ അവൻ ആ ലില്ലിപ്പൂവിനെ തൻ്റെ ഉദ്യാനത്തിലേക്ക്, സ്വർഗീയ ഉദ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പം ഇവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, എൻ്റെ പ്രിയൻ എൻ്റേതും, അവൻ ആട്ടിൻപറ്റത്തെ ലില്ലികൾക്കിടയിൽ മേയ്ക്കുന്നു. നമ്മൾ ഓരോരുത്തരും ലില്ലികളാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. ഗാനം 5. അപ്പം 6:4 തൊട്ട് 12 വരെ അല്ല 11 വരെ മണവാളൻ പറയുവാണ് മണവാട്ടിയെക്കുറിച്ച്. അത് ഉറക്കെ വായിക്കാം. എൻ്റെ പ്രിയേ, നീ തിർസാ നഗരം പോലെ മനോഹരിയാണ്, ജെറുസലേം പോലെ സുന്ദരിയും, കൊടിക്കൂറകൾ ഏന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയുമാണ്. നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവുകളിലേക്ക് ഇറങ്ങി വരുന്ന കോലാട്ടിൻ പറ്റം പോലെയാണ്. കുളി കഴിഞ്ഞു വരുന്ന ചെമ്മരിയാടുകളെപ്പോലെ ഒന്നൊഴിയാതെ നിരയൊത്തതാണ് നിന്റെ പല്ലുകൾ. മൂടുപടത്തിൽ മറഞ്ഞ നിന്റെ കവിൾത്തടങ്ങൾ മാതളപ്പഴ പകുതി പോലെയാണ്.
60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട്. എന്നാൽ എൻ്റെ മാടപ്പിറാവ് എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അമ്മയ്ക്കവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾക്ക് അവൾ അവികലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു. രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. ഉഷസ്സുപോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെപ്പോലെ കാന്തിമതിയും സൂര്യനെപ്പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന്തിയ സൈന്യത്തെപ്പോലെ ഭയതയുമായ ഇവൾ ആരാണ്? ഞാൻ ബദാം തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു താഴ്വരയിലെ പൂങ്കുലകൾ കാണാൻ, മുന്തിരിവള്ളികൾ മുട്ടിട്ടോ എന്നറിയാൻ, മാതള മരങ്ങൾ പൂവിട്ടോ എന്ന് നോക്കാൻ. അപ്പം മണവാളൻ താഴ്വരയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മണവാട്ടിയെ കണ്ടപ്പോഴത്തേക്ക് മണവാളൻ്റെ ഒരു എക്സ്ക്ലമേഷൻ കണ്ടോ? ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെപ്പോലെ കാന്തിമതിയും സൂര്യനെപ്പോലെ തേജസ്വിനിയും കൊടിക്കൂറകളേന്തിയ സൈന്യത്തെപ്പോലെ ഭയതയുമായ ഇവൾ ആരാണ്? ആരെക്കുറിച്ച് മണവാളൻ ഇങ്ങനെ പറയല്ലേ? സാധാരണ ഒരു സ്ത്രീയെക്കുറിച്ചാണ് ദൈവം പറയുന്നത് അല്ലേ? പക്ഷെ അവൾ അറ്റൈൻ ചെയ്ത വിശുദ്ധി എത്ര ഭയങ്കരമായിരുന്നു അല്ലേ? ആ ഒരു വിശുദ്ധി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും? അപ്പോൾ തുടക്കത്തിൽ നിന്ന് ഞാൻ വരാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, മണവാളൻ അവളുടെ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് അവൾ അവികലയാന്ന് പറയുന്നുണ്ട്. ഒന്നിലും ഒരു കുറ്റവും കാണുന്നില്ല അല്ലേ? ഷീ ഈസ് പെർഫെക്റ്റ്. അവളുടെ സംസാരത്തിലൊരു തെറ്റില്ല, അവളുടെ ചിന്തകളിലൊരു തെറ്റില്ല, അവളുടെ നോട്ടത്തിലൊരു തെറ്റില്ല, അവളുടെ നടപ്പിലൊരു തെറ്റില്ല, ഒന്നിലും അവൾ തെറ്റ് ചെയ്യുന്നില്ല. ഷീ ഈസ് പെർഫെക്റ്റ്. അത് തന്നെ അഗെയിൻ ഇച്ചിരിയും കൂടെ കൂട്ടിയ ഒരു ലാംഗ്വേജിൽ പറയുവാണ് ഇവിടെ. അപ്പം ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ണുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. ഹോപ്പ്ഫുള്ളി നിങ്ങളൊക്കെ അത് എനിക്ക് തോന്നുന്നു ഇൻസ്പയർ ആയിട്ട് കണ്ണുകളെ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അപ്പോൾ ഇതിലാണ് പറയുന്നത്, നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു അല്ലേ? ഏതുതരം നോട്ടമാണ് കർത്താവിനെ വിവശനാക്കുന്നത്? പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് മണവാട്ടി അവനെ നോക്കുമ്പോൾ അതാണ് അവനെ വിവശനാക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ ആ കണ്ണുകൾ പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക, നാവ് പരിശുദ്ധമായി സൂക്ഷിക്കുക ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും ഇവിടെ വരാമെന്ന് എനിക്ക് തോന്നിയത് ഈ നമ്പേഴ്സിനെ പറ്റിയാണ്. അതുകൊണ്ട് അത് മാത്രം ഞാനൊന്ന് പറയാം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. അപ്പം കർത്താവ് പറയുക, 60 രാജ്ഞിമാരും 80 ഉപനാരികളും എണ്ണമറ്റ കന്യകമാരുമുണ്ട്. എന്നാൽ എൻ്റെ മാടപ്പിറാവ് എൻ്റെ പൂർണ്ണവതി ഒരുവൾ മാത്രം. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സ് എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ 60 രാജ്ഞിമാർ 80 ഉപനാരികൾ, അപ്പോൾ ഇത്ര പേരേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും എനിക്കൊരു സംശയം തോന്നി ഇങ്ങനെ ഒരു നമ്പേഴ്സ് കാണിച്ചപ്പം. പക്ഷേ കർത്താവിൻ്റെ ഒരു വചനത്തെപ്പറ്റി ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോഴും 2 പത്രോസ് 3:8 പറയുന്നു, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. അപ്പോൾ കർത്താവ് ഒരു ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് 1000 വർഷമായിരിക്കാം, 1000 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലെ ആയിരിക്കാം അല്ലേ? കർത്താവിൻ്റെ ആ ഇൻഫിനിറ്റി അല്ലേ, ഇറ്റേണൽ ആണ്, ഒരു അവസാനമില്ലാതെ അങ്ങ് കിടക്കുവാണ് അല്ലേ? അപ്പം എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ തോന്നിയത്, നമ്മളിതിനെ അബ്സല്യൂട്ട് നമ്പേഴ്സായിട്ട് എടുക്കണ്ട. അപ്പോൾ 60 രാജ്ഞിമാരെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രാജ്യത്തിൽ 60 രാജ്ഞിമാരേ ഉള്ളൂ, അല്ലെങ്കിൽ 80 ഉപനാരികളേ ഉള്ളൂ, അങ്ങനെ നമ്മൾ എടുക്കണ്ട. ഒരു നമ്പർ ദൈവം സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. പ്രോബബിളി ഒരു വലിയ നമ്പർ ആയിരിക്കാം, ഒന്നുകിൽ ഒരു അബ്സല്യൂട്ട് നമ്പർ ആയിരിക്കാം, നമുക്കറിയത്തില്ല. അത് ദൈവം തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒത്തിരി ഒന്നും ആലോചിക്കേണ്ട. പക്ഷേ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ ഞാൻ പറയാം. ഇത് ഒരുപക്ഷെ അബ്സല്യൂട്ട് നമ്പർ ആയിരിക്കാം, ഒരുപക്ഷെ ഇതൊരു റേഷ്യോ ആയിരിക്കാം അല്ലേ? 60 റേഷ്യോ പറയുമ്പോൾ എന്നാ 60 അല്ലെ 80 ഇത്ര, അത്രയും ഒരു റേഷ്യോ പറയാനായിട്ട് കർത്താവ് ഉപയോഗിച്ചതായിരിക്കാം ഈ നമ്പറുകളെ. അപ്പോൾ എന്തായാലും ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്. നമ്പറുകളുടെ റേഷ്യോയും എല്ലാം നോക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക്, ആ വലിയ പൂർണ്ണതയുടെ സ്ഥാനത്തേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആണ് എന്നെനിക്ക് തോന്നി. അത് മാത്രമേ എനിക്കതിൽ തോന്നിയുള്ളൂ. അല്ലാതെ അതിൻ്റെ അബ്സല്യൂട്ട് നമ്പേഴ്സ് ആണോ, അതൊരു റേഷ്യോ ആണോ, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യണോ? ഒന്നെന്ന് പറയുന്ന 60 രാജ്ഞിമാരെന്ന് പറയുമ്പോൾ 60 ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യണം, അങ്ങനെ എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യവുമില്ല. അത് കർത്താവ് തൻ്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് അറ്റൈൻ ചെയ്യാനായിട്ട് ഇതൊരു നമ്പർ കർത്താവ് തന്നിരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഇത് അറ്റൈൻ ചെയ്യാനായിട്ട് ഏറെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഒത്തിരിയേറെ പേർക്കും ആ ലെവലിലേക്ക് കയറാൻ സാധിക്കത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ടഫ് പാത്ത് അല്ലേ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ വലിച്ച് കയറ്റണം. ആ ഗ്രേസിൽ
കർത്താവ് നമ്മളെ വലിച്ചു കയറ്റി കഴിയുമ്പോഴേ നമുക്ക് അടുത്ത ലെവലിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് വെരി 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 ടഫ് അല്ലേ? നമ്മളുടെ ഒരു എഫേർട്ടുണ്ട്, കർത്താവിൻ്റെ ഒരു എഫേർട്ടുണ്ട് അല്ലേ? ദുർഘട പർവ്വതത്തിലെ നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കര ദുർഘടമാണ്. കർത്താവിനും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും സഹനവും ഒക്കെ സഹിച്ച് ആ ഉന്നതമായ ദൈവസ്നേഹ അഗ്നിയിലേക്ക് എത്തുന്നവരുടെ നമ്പർ ഒരു ലിമിറ്റഡ് നമ്പറാണ് എന്ന് കാണിക്കാനായിരിക്കാം ഒരു പക്ഷേ കർത്താവ് ഈ നമ്പർ തന്നത്. നമ്മളതിനെ അബ്സല്യൂട്ട് നമ്പറായിട്ട് എടുക്കണ്ട. അതെത്ര നമ്പറാണെന്ന് അറിയത്തില്ല. ഒരു വർഷം 1000 സംവത്സരം പോലെ എന്ന് പറഞ്ഞപ്പം ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് 60 റൈറ്റ്. ഇത്രയും നാൾ ജീവിച്ചിരുന്ന ആൾക്കാർ ഒത്തിരി 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 പേര് അവിടെ ആ സ്ഥാനത്ത് എത്തിക്കാണും. ബട്ട് ഇറ്റ്സ് എ ലിമിറ്റഡ് നമ്പർ. നമ്മൾ വലിയൊരു ഗ്രൂപ്പിനെ നോക്കുമ്പോൾ അത് വളരെ ലിമിറ്റഡ് ആയിട്ടാണ്. അത്രയും പേരെ ആ ഒരു സ്നേഹത്തിലേക്ക് കയറുന്നുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വിളിയെ തിരഞ്ഞെടുപ്പാക്കി മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ അതിന് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം. കർത്താവ് തന്നെയുള്ള എല്ലാ ടൂൾസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അതെല്ലാം മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അപ്പോൾ അതൊരു ചെറിയൊരു ഡൗട്ട് വരുമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് പറഞ്ഞു. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മണവാട്ടി പറയുക 12 ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഭാവന എന്നെ രഥത്തിൽ എൻ്റെ നാഥൻ്റെ അരികിൽ ഇരുത്തി. അപ്പം ഫ്രണ്ട്സ് അല്ലെ സഖിമാർ പറയുവാണ്, ശൂലാം കന്യകയെ മടങ്ങി വരൂ, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറിച്ചു നോക്കുന്നു? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് തുറിച്ചു നോക്കുന്നതിനെ പറ്റി? 1:5 ജെറുസലേം പുത്രിമാരാന്ന് തുറിച്ചു നോക്കിയത്, സഖിമാരാന്ന് ഉത്തമ മണവാട്ടിയെ തുറിച്ചു നോക്കിയത്. ജെറുസലേം പുത്രിമാരെ, ഞാൻ കറുത്തവളാണെങ്കിലും കേദാറിലെ കൂടാരങ്ങളെപ്പോലെയും സോളമൻ്റെ തിരശീലകൾ പോലെയും അഴകുള്ളവളാണ്. ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട് വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ തുറിച്ചു നോക്കരുതേ. അന്ന് ജെറുസലേം പുത്രിമാരാണ് തുറിച്ചു നോക്കിയത്. ഞാൻ പറഞ്ഞ പോലെ കറുത്തവളായിരുന്നുകൊണ്ട് അല്ലേ, ആ ഒരു സ്ഥാനത്ത് അവൾ എത്തുമെന്ന് വിചാരിക്കാതിരുന്നുകൊണ്ട് ജെറുസലേം പുത്രിമാരാണ് തുറിച്ചു നോക്കിയത്. പക്ഷേ പിന്നീടുള്ള ചാപ്റ്ററുകളിൽ നമ്മൾ കാണുന്നു ജെറുസലേം പുത്രിമാർക്ക് മനസ്സിലായി ഉത്തമ മണവാട്ടിക്ക് ദൈവത്തോടുള്ള റിലേഷൻ എന്താണ്, അവൾ എന്തെല്ലാം മണവാളന് വേണ്ടി കൊടുത്തു എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ തുറിച്ചു നോക്കുന്നില്ല, അവർ ഉത്തമ മണവാട്ടിയുടെ കൂടെ ചേർന്ന് അവരും അവളോടൊപ്പം ചേർന്ന് മണവാളിനെ തിരക്കിക്കൊണ്ടിരിക്കുക. അപ്പം ബാക്കിയുള്ളവർ തുറിച്ചു നോക്കുക. അപ്പം ജെറുസലേം പുത്രിമാർ ചോദിക്കുക, 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറിച്ചു നോക്കുന്നു? അപ്പം ഞാനതിനെ ആലോചിച്ചപ്പോൾ ഞാൻ ഓർത്തു, 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുവാണ് ശൂലാം കന്യക. എന്തുകൊണ്ട് എല്ലാവരും തുറിച്ചു നോക്കുന്നു? ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് ഹർ ടു ബി ദെയർ. അവൾ അവിടെ എത്തുമെന്നോ അവൾ ഒരു ഉത്തമ മണവാട്ടിയാണെന്നോ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അവൾ 2 സംഘങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഞാനതിനെ ഇങ്ങനെയാണ് നോക്കുന്നത്, അവളൊരു കന്യകയോ അവളൊരു ഭാര്യയോ. അപ്പം നമ്മൾ വിചാരിക്കും ഇന്ന ഒരാൾ ഇന്ന വിശുദ്ധിയിൽ ഇങ്ങനെ ജീവിച്ച് ഇന്ന ഒരു ഇതായിരിക്കും അവിടെ എത്തുക എന്ന് അല്ലേ? പക്ഷേ നമ്മളുടെ എല്ലാം പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയാണ് കർത്താവ് തൻ്റെ ഉത്തമ മണവാട്ടിയാകാൻ തിരഞ്ഞെടുത്തത്. അവളൊരു കന്യകയായിരിക്കാം, അവളൊരു ഭാര്യയായിരിക്കാം. അപ്പം ഞാനതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഞാനതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു യൂണിവേഴ്സൽ കോളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അല്ലെ ഒരു യൂണിവേഴ്സൽ കോളിനെ കാണിക്കുന്നു. അതായത് ആർക്കോ അല്ലെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് അല്ലെ കന്യാസ്ത്രീമാർക്ക് വേണ്ടി മാത്രം ദൈവം തന്നിരിക്കുന്ന ഒരു വിളിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ രീതിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഉത്തമ മണവാട്ടിയാകാൻ സാധിക്കൂ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു യൂണിവേഴ്സൽ കോളാണ്. അപ്പം ഇതിൽ ആർക്ക് വേണമെങ്കിലും അത് ആസ്പയർ ചെയ്യാം അല്ലേ? കന്യകമാർക്ക് കുറച്ചുകൂടി ഈസിയാണ്, കന്യകയ്ക്കും ഭാര്യയ്ക്കും വ്യത്യാസമുണ്ട്, ഈസിയാണ്. പക്ഷേ കോൾ യൂണിവേഴ്സലാണ്. കന്യകയ്ക്കാകാം, ഭാര്യയ്ക്കാകാം, ചെറിയ പ്രായം കുറഞ്ഞവർക്കാകാം, പ്രായം കൂടിയവർക്കാകാം, ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവർക്കും ഉള്ള ഒരു കോളാണ് ഉത്തമ മണവാട്ടിയാകാനുള്ള ഒരു കോള്. അതാണ് നമ്മളെ ശൂലാം കന്യക പഠിപ്പിക്കുന്നത് അല്ലേ? 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറിച്ചു നോക്കുന്നു? അപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കല്ലേ, അയ്യോ ചെറുപ്പത്തിൽ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കടക്കാതെ ഒരു കന്യാസ്ത്രീയായിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാമായിരുന്നു എന്ന് റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? പലരും പല സാഹചര്യങ്ങളിലും അങ്ങനെ നമ്മൾ വിചാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പ്രായമായപ്പോഴാണോ നമ്മൾ അറിഞ്ഞത് എന്ന്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. എപ്പോഴാണോ പ്രിയൻ വെളിപ്പെടുന്നത്, എപ്പോഴാണോ പ്രിയൻ നമ്മളെ വിളിക്കുന്നത്, ആ സമയത്ത് വിശ്വസ്തയോടുകൂടി പോവുക. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമായിത്തീരും. അല്ലാതെ കുഞ്ഞിലേ തൊട്ടിങ്ങനെ വിശുദ്ധിയായിട്ട് ജീവിക്കണം എന്നില്ല ഉത്തമ മണവാട്ടി
മണവാട്ടിയാകാൻ. അതൊരു സെക്കൻഡിൽ ഒരു മൊമെൻറ്റിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എത്ര പ്രായമായാലും എത്ര ചെറുപ്പമായാലും ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഒത്തിരി എൻകറേജിങ് ആണ് അല്ലേ. ആ കോൾ ഈസ് യൂണിവേഴ്സൽ. അതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട നമ്മൾ ലേറ്റായി പോയി അല്ലെങ്കിൽ നമ്മൾ അത് മിസ് ചെയ്തു, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. ഒന്നും മിസ് ചെയ്തിട്ടില്ല. പ്രിയൻ വിളിക്കുന്ന സമയം കണ്ണടച്ച് അവനോടൊപ്പം പോവുക, അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ 13 നമുക്ക് എല്ലാവർക്കും ഉറക്കെ വായിക്കാം. ശൂലാം കന്യകയെ മടങ്ങി വരൂ, ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ. 2 സംഘങ്ങളുടെ മധ്യത്തിൽ നൃത്തം ചെയ്യുന്ന ശൂലാം കന്യകയെ നിങ്ങൾ എന്തിനു തുറിച്ചു നോക്കുന്നു? ഇനി 7-ാമത്തെ തുടങ്ങാം. മണവാളം പറയുക: രാജകുമാരി, പാതുകമണിഞ്ഞ നിന്റെ പാദങ്ങൾ എത്ര മനോഹരം! സമർത്ഥനായ ശില്പി തീർത്ത കോമളമായ രത്നഭൂഷണം പോലെയാണ് നിന്റെ നിതംബം. സുരഭിലമായ വീഞ്ഞൊഴിയാത്ത വൃത്തമൊത്ത പാനപാത്രമാണ് നിന്റെ നാഭി. ലില്ലിപ്പൂക്കൾ അതിരിട്ട കോതമ്പ് കൂനയാണ് നിന്റെ ഉദരം. ഇരട്ട മാൻകുട്ടികളെപ്പോലെയാണ് നിന്റെ സ്തനങ്ങൾ. ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. ഹെഷ്ബോണിലെ ബത്രബീം കവാടത്തിനരികിലുള്ള കുളങ്ങൾ പോലെയാണ് നിന്റെ നയനങ്ങൾ. ഡമസ്കസിലേക്ക് നോക്കി നിൽക്കുന്ന ലെബനോൻ ഗോപുരം പോലെയാണ് നിന്റെ നാസിക. കാർമൽ മല പോലെ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. നിന്റെ ഒഴുകുന്ന അളകാവലി രക്താംബരം പോലെയാണ്. നിന്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോന്നതാണ്. പ്രിയേ, ആനന്ദദായിനി, നീ എത്ര സുന്ദരിയാണ്, എത്ര ഹൃദയഹാരിണിയാണ്. ഈന്തപ്പന പോലെ പ്രൗഢിയുറ്റവളാണ് നീ. നിന്റെ സ്തനങ്ങൾ അതിൻ്റെ കുലകൾ പോലെയാണ്. ഞാൻ ഈന്തപ്പനയിൽ കയറും, അതിൻ്റെ കൈകളിൽ പിടിക്കും. നിന്റെ സ്ഥലങ്ങൾ മുന്തിരിക്കുലകൾ പോലെയും നിന്റെ ശ്വാസം ആപ്പിളിൻ്റേതുപോലെ സുഗന്ധമുള്ളതുമായിരിക്കട്ടെ. അതരങ്ങളിലൂടെയും ദന്തങ്ങളിലൂടെയും മൃദുവായി ഒഴുകിയിറങ്ങുന്ന ഉത്തമമായ വീഞ്ഞു പോലെ ആയിരിക്കട്ടെ നിന്റെ ചുംബനങ്ങൾ. അപ്പം വീണ്ടും മണവാളൻ മണവാട്ടിയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടത് കൂടാതെ കൂടുതൽ കാര്യങ്ങൾ പറയുവാണ്. അപ്പം രാജകുമാരി, പാതുകമണിഞ്ഞ നിൻ്റെ പാദങ്ങൾ എത്ര മനോഹരം. അപ്പോൾ യേശയ്യാ 52:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: സ്വദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് അല്ലേ. സ്വദ്വാർത്ത പ്രഘോഷിക്കുന്നവൻ്റെ പാദങ്ങൾ എത്ര മനോഹരമാണെന്നാണ് യേശയ്യാ 52:7 വായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. യേശയ്യാ 52:7 സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിൻ്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ് അല്ലേ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഉത്തമ മണവാട്ടി അങ്ങനെ സദ്വാർത്ത വിളംബരം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ടാണ് പാതുകമണിഞ്ഞ നിൻ്റെ പാദങ്ങൾ എത്ര മനോഹരമെന്ന് കർത്താവ് പറയുന്നത്. പിന്നെ 2 നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ. ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിൻ്റെ ഉദരം അല്ലേ. അപ്പം ഞാൻ അത് വായിച്ചപ്പം എൻ്റെ ലിറ്ററൽ മീനിങ് അല്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കുമുള്ള കോളെന്ന് പറയുന്നത് ലില്ലിപ്പൂവാകാനുള്ള ഒരു കോളാണ്. പക്ഷേ ലില്ലിപ്പൂവായി മാത്രം നിൽക്കുക എന്നല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ലില്ലികളെ നമ്മളിൽ നിന്ന് ജനറേറ്റ് ചെയ്യുക അല്ലേ. നമ്മുടെ സ്നേഹത്തിൽ നിന്ന് പുതിയ പുതിയ ലില്ലി പുഷ്പങ്ങളെ വിരിയിക്കുക എന്നൊരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട് നമുക്ക്. അപ്പം ഞാനൊരു പ്രോ ലൈഫ് ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്ക് 5 മക്കളുണ്ട്. അപ്പം ലൈഫിൻ്റെ ആ ഒരു സാങ്ക്ടിറ്റി അല്ലെങ്കിൽ ഒരു സീക്രട്ട്നെസ് ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്. പക്ഷേ വിവാഹ ജീവിതത്തിൽ കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ കർത്താവ് തന്നെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മക്കൾ തരാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഓരോ മക്കളെയും ദൈവം തന്നതും അതെല്ലാം. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കേൾക്കാം. ഇപ്പം സമയത്തിൻ്റെ കുറവുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ കർത്താവ് തന്നെയാണ് മക്കളെയൊക്കെ തന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കർത്താവിന് കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള പല തിയറികളും നമ്മൾ ചുറ്റുപാടും കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ നോക്കേണ്ടത് കർത്താവ് എന്താണ് പറയുന്നത്, അത്യുന്നതൻ്റെ നിയമം എന്താണ്, ഇപ്പം ബൈബിളിൽ എന്താണ് മക്കളെക്കുറിച്ച് പറയുന്നത്, അതാണ് നമ്മൾ കെയർഫുള്ളായിട്ട് പഠിക്കേണ്ടത്. അപ്പം ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇത്രയും കാലം ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ട് ഒരു കാര്യത്തിൽ പോലും കർത്താവ് കുഞ്ഞുങ്ങളെ
സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമാണെന്ന, കുഞ്ഞുങ്ങളെ കൂടുതൽ കിട്ടുന്ന ഒരു അനുഗ്രഹമാണെന്നുള്ള മറ്റുള്ള വചനങ്ങൾ മാത്രമേ ബൈബിളിലുള്ളൂ. അപ്പം അത് മാത്രമല്ല, എനിക്ക് 5 മക്കളായി കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് ഒരു ഇത് ടെസ്റ്റിമണി ഷെയർ ചെയ്യാനായിട്ട്, ഒരു കന്നഡ ധ്യാനത്തിനുള്ള ശുശ്രൂഷകരുടെ ടെസ്റ്റിമണി ഷെയർ ചെയ്യാനായിട്ട് പോയപ്പോഴും അവിടെ കൂടിയ ഒരു സഹോദരൻ എന്നോട് ഓടി വന്ന് ചോദിച്ചു, സഹോദരി നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്കൊരു വചനം തന്നു. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുള്ള വചനമാണ്. ഹന്ന കൺസീവ്ഡ് ആൻഡ് ബോർ 3 sons and 2. പുള്ളി എന്നോട് ചോദിച്ചു എത്ര മക്കളുണ്ട്, എത്ര ബോയ്സും എത്ര ഗേൾസും ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 boys 2 girls ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വചനം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഹന്നയ്ക്ക് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും ദൈവം കൊടുത്തു എന്ന് സാമുവേലിൽ പറയുന്നുണ്ട്. അപ്പം ഞാനത് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല ആ വചനം. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ആ വചനം പരിശുദ്ധാത്മാവ് തന്നു, അതുകൊണ്ടാണ് വന്ന് ചോദിച്ചത് സഹോദരിക്ക് എത്ര മക്കളുണ്ടെന്ന്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അപ്പം നമ്മൾ ലില്ലി ആകുക, നമ്മളിൽ നിന്ന് ലില്ലിയെ ജനറേറ്റ് ചെയ്യുക. അപ്പം ലില്ലിപ്പൂക്കൾ അതിരിട്ട ഗോതമ്പ് കൂനയാണ് നിൻ്റെ ഉദരഫലം എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഞാൻ അതിന് അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കേട്ടോ, വേറെ പല ഇൻ്റർപ്രിട്ടേഷൻ കാണാം, എനിക്കത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെ എടുത്തു. അപ്പം അത് മക്കളെന്ന് മാത്രമായിരിക്കത്തില്ല, നമ്മുടെ ആത്മീയമായ മക്കളും ആകാം അല്ലേ. ഇപ്പം നമ്മൾ പലരും ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുമ്പോൾ അവരെയൊക്കെയും നമ്മൾ ലില്ലികളാക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾ ലില്ലികളാകുക, മറ്റുള്ളവരെയും ലില്ലിപുഷ്പങ്ങളാക്കുക, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ നമ്മളിലുണ്ട്. അപ്പം ഉത്തമ മണവാട്ടി അതെല്ലാം ചെയ്യുന്ന ആളാണ്. പിന്നെ കുളങ്ങൾ പോലെയാണ് നിൻ്റെ നയനങ്ങൾ. വീണ്ടും നയനങ്ങൾ എല്ലായിടത്തും പറയുന്നുണ്ട് കേട്ടോ. കാർമൽ മല പോലെ നിൻ്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. അപ്പം നമുക്ക് തല ഉയർത്തി നിന്ന് ജീവിക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തല ഉയർത്തി ജീവിക്കാൻ പറ്റുന്നത് അല്ലേ? കർത്താവിൻ്റെ കമാൻഡ്മെൻറ്റ്സ് പാലിച്ച് കർത്താവിനോട് വിശ്വസ്തരായിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജീവിക്കാൻ പറ്റുന്നത് അല്ലേ. ഒന്നും നമ്മളെ തല താഴ്ത്താൻ നമുക്ക് ഒന്നുമില്ല. നമ്മൾ കർത്താവിനോട് ചേർന്ന് അവനോട് സ്നേഹത്തിൽ ആ എളിമയിലും ആ അനുസരണത്തിലും ആ വിധേയത്തിലും നിൽക്കുമ്പോൾ നമ്മുടെ ശിരസ്സും അങ്ങ് ഉയർന്നിരിക്കും. കാർമൽ മല പോലെ നിൻ്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നു. നിൻ്റെ ഒഴുകുന്ന അളകാവലി രക്താംബരം പോലെയാണ്. നിൻ്റെ അളകങ്ങൾ രാജാവിനെ തടവിലാക്കാൻ പോകുന്നതാണ്. അപ്പോൾ കർത്താവ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മണവാട്ടിയുടെ ഓരോ ഗുണഗണങ്ങളും വർണ്ണിക്കുന്നത്. അപ്പം നമ്മൾ അതിലേക്ക് എല്ലാ ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല, നിങ്ങൾക്ക് ഓരോന്ന് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത് പ്രകാശിപ്പിക്കും. ഇനി 10 തൊട്ട് വായിക്കാം. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. എൻ്റെ പ്രിയനെ വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതള നാരങ്ങ പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം പകരാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതും എല്ലാം നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്നു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഉത്തമ മണവാട്ടി ആ ബന്ധത്തിൽ വളരെ സെക്യൂറാണ്. നമ്മൾ കുറേ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് ആ സെക്യൂർ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യം അവൾ പിന്നെ പറയുവാണ്. ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്. എത്ര പേരുണ്ട്, 60 രാജ്ഞിമാർ, 80 ഉപനാരികൾ, എല്ലാ അസംഖ്യം കന്യകമാരുണ്ടെങ്കിൽ ഇവൾ പറയുവാണ് ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. അവൾക്ക് ഭയങ്കര വിശ്വാസം. ആ റിലേഷൻ ഈസ് സോ സെക്യൂർ. അവൾക്ക് ഒരു സംശയവുമില്ല, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണെന്നും പ്രിയൻ എൻ്റേതാണെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്. അത് ഭയങ്കര ഒരു സെക്യൂരിറ്റിയാണ്. എൻ്റെ പ്രിയനെ വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം. എന്നിട്ട് പറയുന്നുണ്ട്, രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം, മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതള നാരം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം, ദൂതായിപ്പഴം. അപ്പം ഇവിടെ ചെന്നാ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, അവൾ പ്രിയൻ്റെ സ്നേഹത്തിൽ അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോൾ പ്രിയൻ തൻ്റെ മുന്തിരിത്തോട്ടം അല്ലെ തൻ്റെ ഉദ്യാനം അവളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവന് വിശ്വാസമായി തൻ്റെ ഉത്തമ മണവാട്ടി അത് നല്ലതായിട്ട് പരിപാലിക്കുമെന്ന്. അവൻ തൻ്റെ ഉദ്യാനത്തെ അല്ലെ മുന്തിരിത്തോട്ടത്തെ മണവാട്ടിക്ക് നോക്കാൻ അവർ 2 പേരും കൂടാണ് നോക്കുന്നത്. അപ്പോൾ അവൾ പറയാം, നമുക്ക് പോയിട്ട് നോക്കാം, മുന്തിരി മുട്ടിട്ടോ, മുന്തിരി പൂക്കൾ വിടർന്നോ, മാതള നാരവും പൂവിട്ടോ. അവൾ അതിനൊക്കെ വെള്ളം ഒഴിച്ച് അതിനെ കെയർ ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആ ഒരു നെട്ടോട്ടത്തിൽ അവളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ് അല്ലേ. ആത്മാക്കളെ നേടാൻ വേണ്ടി മാതള നാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം, അവിടെ
അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം പകരാം. ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതും എല്ലാം ഞാൻ നിനക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. അപ്പം എല്ലാം പ്രിയനായിട്ട് അവൾ ഒരുക്കി വെച്ചിരിക്കുക കേട്ടോ. സകലതും അവൾ ഒരുക്കി വെച്ചിരിക്കുക. അവൾ പ്രിയനെ വിളിക്കുമ്പം എല്ലാ ഗുണഗണങ്ങളും അവളിലുണ്ടെന്ന് കുറച്ച് വിശ്വാസമായിട്ടാണ് അവൾ വിളിക്കുന്നത്. പ്രിയനെ, ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു. നമ്മുടെ വാതിക്കൽ എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതും എല്ലാം നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ അവളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് പ്രിയനെ വിളിക്കുവാണ് കേട്ടോ. ഇനി 8ാമത്തേത് ഒരു ചാപ്റ്റർ കൂടെ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയം കുറവുണ്ട്, എങ്കിലും ഞാനതങ്ങ് എടുത്ത് തീർക്കാവോ എന്ന് നോക്കാം. 8, ഉറക്കെ വായിച്ചോ. നീ എൻ്റെ സഹോദരനായിരുന്നെങ്കിൽ, എൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവനെങ്കിൽ പുറത്തു വച്ചും എനിക്ക് നിന്നെ ചുംബിക്കാമായിരുന്നു. ആരും എന്നെ നിന്ദിക്കുകയില്ല. ഞാൻ നിന്നെ എൻ്റെ അമ്മയുടെ ഭവനത്തിലേക്ക്, എന്നെ ഉദരത്തിൽ വഹിച്ചവളുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. സുരഭിലമായ വീഞ്ഞും എൻ്റെ മാതള നാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു. അവൻ്റെ ഇടതുകരം എൻ്റെ തലയണയായിരുന്നെങ്കിൽ, വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. അവൾ ഭയങ്കര അവനോടുള്ള സ്നേഹത്താൽ അവൾ വിവശയായിരിക്കുകയാണ് അല്ലേ. എന്നിട്ട് അവൾ പറയുന്നതെല്ലാം നമുക്കൊന്നുകൂടെ വായിക്കാം അല്ലേ. എൻ്റെ അമ്മയുടെ അറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. സുരഭിലമായ വീഞ്ഞും എൻ്റെ മാതള നാരങ്ങയുടെ രസവും ഞാൻ നിനക്ക് നൽകുമായിരുന്നു. അവൻ്റെ ഇടതുകരം എൻ്റെ തലയണയായിരുന്നെങ്കിൽ, അവൾ വിഷയവ എൻ്റെ അടുത്ത് പ്രിയനുണ്ടായിരുന്നെങ്കിൽ. വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ പ്രിയനില്ല. അപ്പോൾ അവൾ പറയുക, ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പ് നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. അതവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സ്നേഹത്താൽ അങ്ങ് നിറഞ്ഞിട്ട് അവളങ്ങ് വിഷമിക്കുവാണല്ലേ. അപ്പം ഗാനം 6 അടുത്തത്. ആത്മനാഥനെ ചാരി, സഖിമാർ ചോദിക്കുക, ആത്മനാഥനെ ചാരി വിജനപ്രദേശത്ത് നിന്ന് വരുന്ന ഇവൾ ആരാണ്? വീണ്ടും സഖിമാരെല്ലാം നോക്കുവാണ്, ഇവൾ ആരാണ് ഈ ആത്മനാഥനെ ചാരി ഇത്രയേറെ ക്ലോസ് ആയിട്ട് വിജനപ്രദേശത്ത് നിന്ന് വരുന്ന അവൾ ആരാന്ന് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം മണവാളം പറയുവാണ്, ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ നിൻ്റെ അമ്മ ഈറ്റുനോവ് അനുഭവിച്ചു നിന്നെ പ്രസവിച്ചു. നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത്. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്കതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്തും കൊടുത്താലും അത് അപഹാസ്യമാവുകയേ ഉള്ളൂ. അപ്പം ഞാനിതിനെ കാണുന്നത്, കർത്താവ് പറയുന്നത്, ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ നിൻ്റെ അമ്മ ഈറ്റുനോവ് അനുഭവിച്ച് നിന്നെ പ്രസവിച്ചു. നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പം നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഒരു സ്പെഷ്യലായിട്ട് ഒരു വിളിക്കുകയല്ലേ. അപ്പം നമ്മൾ മാമോദിസ വഴി ക്രിസ്ത്യാനികളായതാണ്. നമ്മുടെ അമ്മയും അപ്പനും അവരുടെ വിശ്വാസത്താൽ നമ്മളെ മാമോദിസ എടുത്ത് നമ്മളെല്ലാവരും കർത്താവിൻ്റെ അനുയായികളാണ്, ക്രിസ്ത്യാനികളാണ്. എങ്കിൽ പോലും നമ്മൾ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമുക്ക് പറയാം അല്ലേ, കർത്താവ് എന്നെ ശക്തമായിട്ട് വിളിച്ചു. അപ്പം ഞാൻ ആലോചിക്കുകയാണെങ്കിൽ എനിക്കൊരു പർട്ടിക്കുലർ മൊമെൻറ്റ് എടുത്ത് പറയാൻ പറ്റും, ഇന്ന ഒരു സമയത്ത് കർത്താവ് എന്നെ ശക്തമായിട്ട് വിളിച്ചു, അവനിലേക്ക് അട്രാക്റ്റ് ചെയ്തു എന്ന്. പല പ്രാവശ്യമായിട്ട് കർത്താവ് വിളിക്കുമെങ്കിൽ പോലും ആ ഒരു ആദ്യം ഒരു നമുക്കെല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ഈ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ കർത്താവ് എന്നെ വിളിച്ചു എന്ന്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്രയർ കൂടുമായിരുന്നു. അപ്പോൾ ഒരു ആൻറ്റി നല്ല വിഷനൊക്കെയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ പുള്ളിക്കാരത്തേക്ക് ദൈവം ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, എത്ര വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടായി എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത കാണാതെ പോയ ആടിനെ അല്ലേ, അപ്പോൾ ഒരു വലിയ റിജോയ്സിങ് സ്വർഗത്തിലുണ്ട് അല്ലേ. ഓരോ ആത്മാക്കളും ദൈവത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലൊരു വലിയ സന്തോഷമുണ്ട് അല്ലേ. അപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ്, ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ആ ചെറിയ 14-15 വയസ്സായപ്പോഴോ, അത് എത്ര വയസ്സാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ആ ചെറിയൊരു പ്രായത്തിൽ എന്നെ തന്നെ ഞാൻ ദൈവത്തിലേക്ക് ഒരു വലിയ അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ട് ഞാൻ സമർപ്പിച്ച ഒരു നിമിഷമുണ്ട്. ആ ഒരു നിമിഷം
സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടായെന്നാണ് സഹോദരി ഒരു വിഷൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞത്. അപ്പം നമുക്ക് ഞാനിങ്ങനെ അതിനെ കാണുന്നത്, നമ്മുടെ മരണമൊക്കെ കഴിഞ്ഞ് കർത്താവിനോട് ആയിരിക്കുന്ന സമയത്ത് കർത്താവുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കർത്താവ് പറയും, ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ നിന്നെ വിളിച്ചു, അല്ലേ, നിനക്ക് ഈ കോൾ ഉണ്ടായി, നീ നിന്നെ തന്നെ എനിക്ക് സമർപ്പിച്ചു എന്നൊക്കെ കർത്താവ് പറയാതിരിക്കുന്നത് ഞാൻ വിചാരിക്കാം, ഒരു മാനുഷികമായ രീതിയിൽ, അല്ലേ. അപ്പം അങ്ങനെ എല്ലാ ആത്മാക്കൾക്കും ഒരു നിമിഷമുണ്ട് നമ്മൾ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. അപ്പോൾ അതായിട്ടാണ് ഞാൻ അതിനെ ഒന്ന് റിലേറ്റ് ചെയ്യുന്നത്. പല അർത്ഥങ്ങൾ കാണാം, അല്ലേ. ഇപ്പോഴും ഞാനൊരു പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമുക്കൊരു പേഴ്സണൽ ലവിങ് റിലേഷൻഷിപ്പ് കർത്താവുമായിട്ട് വരുന്നത്, അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നാണ് നമ്മൾ വളരുന്നത്, അല്ലേ. ഇപ്പം നോക്കിയാൽ അറിയാമല്ലോ, ഉത്തമ മണവാട്ടിക്ക് ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലേ. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും, അല്ലാതെ ഒരു വലിയ ഒരു എൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് നിന്നല്ല അവൾ അതിനെ ചിന്തിക്കുന്നത്, അല്ലേ. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് കർത്താവുമായിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷനാണ് ഞാൻ എല്ലാത്തിലും കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ മരച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ നിൻ്റെ അമ്മ ഈറ്റുനോവ് അനുഭവിച്ച് നിന്നെ പ്രസവിച്ചു, നിന്നെ പ്രസവിച്ചവൾ അവിടെ വെച്ചാണ് പ്രസവവേദന അനുഭവിച്ചത്. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക, അല്ലേ. നമ്മുടെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തല്ലേ, നമുക്കൊരു അടയാളമായിട്ട് നമുക്ക് ഹൃദയത്തിലും കരത്തിലും വേണം. നമുക്കൊരു എക്സ്റ്റേണൽ സിമ്പൽ അതിനെ നമ്മളെ കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ഇത് വെയർ ചെയ്യുന്നതും അതിനും തെറ്റില്ല, അല്ലേ. അത് നമ്മൾ എക്സ്റ്റേണലി കാണിക്കുകയാണ്, നമ്മൾ പ്രൊക്ലെയിം ചെയ്യാണ്, വി ആർ ലൗഡ്ലി പ്രൊക്ലെയിമിങ്, അല്ലേ, വി ആർ ക്രൈസ്റ്റ് എന്ന് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുവാണ്, അല്ലേ. നിൻ്റെ പക്ഷേ ഹൃദയത്തിൽ വേണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. അടുത്തെല്ലാവരും ഒന്ന് ഉറക്കെ വായിക്കണം. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. എത്ര ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അല്ലേ, തീയാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്കതിനെ ആഴ്ത്താൻ കഴിയുകയില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ. അത്രയും സ്ട്രോങ് ഇമോഷനാണ് മണവാളൻ പറയുന്നത് കേട്ടോ മണവാട്ടിയോട്. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ ബന്ധം അത്രയും സ്ട്രോങ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അഗ്നി പോലെ, ഒരു സ്നേഹാഗ്നി വേണം നമ്മുടെ ഹൃദയത്തിൽ, അല്ലേ. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് എന്ന് നമ്മൾ എബ്രായരുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അല്ലേ. ആ ഒരു അഗ്നി നമ്മളെ എരിയിക്കണം. അപ്പോൾ ഇതെപ്പോഴും ഉറക്കെ വായിക്കുക കേട്ടോ. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്കതിനെ ആഴ്ത്താൻ കഴിയുകയില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ. പിന്നെ സഹോദരന്മാർ പറയുക, നമുക്കൊരു കുഞ്ഞു സഹോദരിയുണ്ട്, അവളുടെ സ്തനങ്ങൾ വളർന്നിട്ടില്ല. നമ്മുടെ സഹോദരിക്ക് വേണ്ടി വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സഹോദരന്മാരുടെ ഒരു കൺസേൺ, അല്ലേ. സഹോദരിക്ക് വിവാഹാലോചന വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവളൊരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളി ഗോപുരം പണിയാമായിരുന്നു. അവളൊരു കവാടമായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരു പലക കൊണ്ട് കതകുണ്ടാക്കാമായിരുന്നു. അപ്പോൾ സഹോദരന്മാർ പറയുക, അവളൊരു മതിലായിരുന്നെങ്കിൽ ഒരു വെള്ളി ഗോപുരം പണിയാമായിരുന്നു. മതിലായിരുന്നെങ്കിൽ അതിലൊരു വെള്ളി ഗോപുരമൊക്കെ പണിഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യാമായിരുന്നു. അവളൊരു കവാടം എന്നാ ഡോറായിരുന്നെങ്കിൽ നമുക്ക് ദേവദാരു പലക കൊണ്ട്, ഡോർ എന്ന് പറഞ്ഞാൽ കവാടം എന്ന് പറഞ്ഞാൽ ആ ഓപ്പണിങ്, അല്ലേ, നമുക്ക് ദേവദാരു പലക കൊണ്ട് കതകുണ്ടാക്കാമായിരുന്നു. അപ്പം മണവാട്ടി എന്നാ ഡിക്ലെയർ ചെയ്യുന്നത്? ഞാനൊരു മതിലാണ്, സ്തനങ്ങളാണ് ഗോപുരങ്ങൾ, അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി. അപ്പം സഹോദരന്മാർക്കുള്ള ഒരു ജെനുവിൻ കൺസേൺ ആണ് സഹോദരിക്ക് വിവാഹം വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, അവളൊരു മതിലാണോ, അവളൊരു വാതിലാണോ, ഒരു കവാടമാണോ, അല്ലേ. അപ്പം മണവാട്ടി ഡിക്ലെയർ ചെയ്തു ഞാനൊരു മതിലാണെന്ന്. അപ്പം ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഉദ്യാനത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇവളൊരു മതിലാണ്. മതിലിനും വാതിലിനും വ്യത്യാസമുണ്ട്, അല്ലേ. മതിലിനും ആ തുറന്നു കിടക്കുന്ന കവാടത്തിനും വ്യത്യാസമുണ്ട്, അല്ലേ. തുറന്നു കിടക്കുന്ന കവാടം വഴി ആർക്കും എൻ്റർ ചെയ്യാം, അല്ലേ. മതിലോ പൂട്ടിയിരിക്കുക, അല്ലേ, ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല ആ മതിൽ വഴി, അല്ലേ.
അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒരു മതിലായിരിക്കണം. ആർക്കും കയറാൻ പറ്റാത്ത അങ്ങനെ ആർക്കും വേണ്ടവർക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന ആയിരിക്കരുത് നമ്മൾ, അല്ലേ? ആ ഉദ്യാനം, അടച്ചുപൂട്ടിയ ഉദ്യാനം എന്ന് പറഞ്ഞാൽ അതേ ലാംഗ്വേജ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. നമ്മളൊരു മതിലായിരിക്കണം. ആ മതിലിൻ്റെ അകത്തേക്ക് നമ്മുടെ കർത്താവിന് മാത്രമേ പ്രവേശനം പാടുള്ളൂ, ആ സാങ്ക്ടം സാങ്ക്ടോറത്തിലേക്ക്, അല്ലേ? അപ്പോൾ കവാടമാണെങ്കിൽ ആർക്കും കയറാം, അല്ലേ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ അവളൊരു കവാടമായിരുന്നെങ്കിൽ സഹോദരന്മാർ അതിനൊരു പോംവഴി കണ്ടുപിടിക്കുക. മതിലായിരുന്നെങ്കിൽ ഗുഡ്. പക്ഷെ ഒരു കവാടമാണെങ്കിൽ നമുക്കൊരു ദേവദാരു പല കൊണ്ട് കഥ കൊണ്ടാക്കാമെന്ന്. അപ്പം അവർ പറയുക, സഹോദരി ഇനി ഒരു പക്ഷേ ഒരു കവാടമായിട്ട് ഇങ്ങനെ തുറക്കുവാണെങ്കിൽ നമുക്ക് അവളെ അങ്ങ് കവർ ചെയ്യാം, ഒരു ഡോറ് കൊണ്ട് കവർ ചെയ്യാമെന്ന് സ്നേഹമുള്ള സഹോദരന്മാർ അങ്ങനെ പറയുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഉത്തമമായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഞാനൊരു മതിലാണ്, അല്ലേ? ഷീ നോസ് ഹൗ ടു കീപ് ഹെർ സെൽഫ് പ്യുവർ. ഞാനൊരു മതിലാണ്, സ്തനങ്ങളാണ് ഗോപുരങ്ങൾ. അപ്പോൾ അവൻ്റെ ദൃഷ്ടിയിൽ ഞാൻ സമാധാനം കണ്ടെത്തി. എപ്പോഴാണ് അവൾ അവൻ്റെ ദൃഷ്ടിയിൽ സമാധാനം കണ്ടെത്തിയത്? തന്നെ ഒരു മതിലായി ഒരു ട്രാൻസ്ഫോം ചെയ്തപ്പോഴല്ലേ, കർത്താവിന് വേണ്ടി അവളൊരു മതിലായി തീർന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു അടച്ചു പൂട്ടിയ ഉദ്യാനമായപ്പോഴല്ലേ, കർത്താവിന് മാത്രം പ്രവേശനം കൊടുക്കുന്ന ഒരു മതിലോ ഒരു ഉദ്യാനമോ ആയി തീർന്നു കഴിഞ്ഞപ്പോൾ മണവാട്ടി അവൻ്റെ ദൃഷ്ടിയിൽ സമാധാനം കണ്ടെത്തി, അല്ലേ? അവൾ വളരെ പീസ്ഫുള്ളായി. ബ്യൂട്ടിഫുൾ അല്ലേ ആ എക്സ്പ്ലനേഷൻ? നമുക്കിത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. മക്കൾക്ക് വിവാഹ ജീവിതത്തിലോട്ടൊക്കെ കടക്കുന്നതിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ചെറുപ്പത്തിൽ തന്നെ നമുക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാം. അവളൊരു ഇങ്ങനെ എന്തുകൊണ്ടാണ് നമ്മളൊരു ഒരു മതിലായിരിക്കേണ്ടത്, അല്ലെ ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നൊക്കെ നമുക്ക് വചനം വെച്ച് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. മണവാളൻ 11. സോളമന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളി നാണയം പാട്ടം കൊടുക്കേണ്ടിയിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേത് മാത്രമാണ്. സോളമൻ, നിനക്ക് 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ. ഉദ്യാനത്തിൽ വസിക്കുന്നവളെ, എൻ്റെ തോഴിമാർ നിൻ്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, ഞാനും അത് കേൾക്കട്ടെ. അപ്പം സോളമന് ഇവിടെ ദൈവം വളരെ സെക്യൂറാണ്. ദൈവവും ദൈവം പറയുന്നത് കേട്ടോ, എൻ്റെ മുന്തിരിത്തോട്ടം, അതായത് എൻ്റെ ഉത്തമ മണവാട്ടി, എൻ്റെ മുന്തിരിത്തോട്ടം എൻ്റേത് മാത്രമാണ്, അല്ലേ? അപ്പോൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. സോളമന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളി നാണയം പാട്ടം കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിനെ ഒരു സിമ്പിളായിട്ടൊരു എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അല്ലെ എനിക്ക് തന്ന ഭർത്താവ്, അല്ലെ എനിക്ക് തന്നിരിക്കുന്ന മക്കൾ, ഇതെല്ലാം കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നിരിക്കുവാണ്. അപ്പോൾ പാട്ടത്തിന് തന്നിരിക്കുമ്പം അതിൻ്റെ പ്രത്യേകത എന്താ? ഒരു സ്ഥലം നമ്മൾ പാട്ടത്തിന് എടുത്താൽ ഉടമസ്ഥൻ നമ്മളല്ല, അല്ലേ? വി ആർ ദ ടെമ്പററി ഹോൾഡേഴ്സ് ഓഫ് ദാറ്റ് ലാൻഡ്, അല്ലേ? ഉടമസ്ഥൻ ദൈവമാണ്, നമ്മൾ പാട്ടക്കാരാണ്. അപ്പം ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ ഭർത്താവിനെ അല്ലെ ആരും ആയിക്കോട്ടെ, അവരെയൊക്കെയും എനിക്ക് കർത്താവ് ടെമ്പററി ആയിട്ട് തന്നിരിക്കുവാണ്, അല്ലേ? അപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് ഒരു പാട്ടത്തിന് ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉടമസ്ഥർ എന്ന പോലെ തന്നെ നമുക്കതിൻ്റെ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യാം, അല്ലേ? അപ്പം ഞാൻ കൃഷി ചെയ്താൽ എനിക്ക് അതിൻ്റെ ഫലം എടുക്കാം. എത്ര വർഷം ഞാൻ പാട്ടത്തിന് കൊടുക്കുന്നു അത്രയും നാൾ എനിക്കതിൻ്റെ ഫലം അനുഭവിക്കാം. അതുപോലെ തന്നെ എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവ്, അവരുടെ നന്മകൾ, അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻജോയ് ചെയ്യാം. എൻ്റെ സ്വന്തമായി എന്ന പോലെ തന്നെ എനിക്ക് അവരെ ട്രീറ്റ് ചെയ്യാം. എങ്കിൽ പോലും ഞാൻ മറക്കരുതാത്തൊരു കാര്യമുണ്ട്, ഉടമസ്ഥൻ ദൈവമാണ്. ഓരോരുത്തരും പാട്ടം കൊടുക്കണം, അല്ലേ? ദൈവം തന്നിരിക്കുന്ന ഇതിനൊരു പാട്ടം കൊടുക്കണം, അതിനൊരു ആൻസർ ഞാൻ കൊടുക്കണം. എനിക്കൊരു മകനോ മകളോ അല്ലെ ഭർത്താവോ ഉണ്ടെങ്കിൽ ഐ എം ആൻസറബിൾ, അല്ലേ? ദൈവം എനിക്ക് ദാനമായി തന്ന കുഞ്ഞിനെ ഞാൻ ആ ദൈവത്തിൻ്റെ മാർഗത്തിൽ പഠിപ്പിച്ചോ, ആ ദൈവത്തിൻ്റെ മാർഗത്തിൽ വളർത്തിയോ, ഉത്തരം കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്, അല്ലേ? ടെമ്പററി ആയിട്ട് തന്നിരിക്കുകയാണ്. ഉടമസ്ഥന് നമ്മൾ ഈ ലാൻഡിൻ്റെ പോലെ തന്നെ പാട്ടം കൊടുക്കണമല്ലോ. ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഫ്രൂട്ട്സ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? നമുക്ക് മക്കളെ ഭർത്താവിൻ്റെ എല്ലാ ഫ്രൂട്ട്സ് എൻജോയ് ചെയ്യാം, പക്ഷേ നമ്മൾ ആൻസറബിളാണ്. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ അതെനിക്ക് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമായിട്ട് തോന്നിയിട്ട് എനിക്ക് കിട്ടിയൊരു എക്സ്പ്ലനേഷനാണ്. സോളമന് ബാൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ മുന്തിരിത്തോട്ടം പാട്ടത്തിന് കൊടുത്തു. ഓരോരുത്തരും 1000 വെള്ളി നാണയം പാട്ടം കൊടുക്കേണ്ടിയിരുന്നു. എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേത് മാത്രമാണ്. സോളമൻ, നിനക്ക് 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ.
നിങ്ങൾക്കൊക്കെ 1000 200 ഒക്കെ ഉണ്ടെങ്കിലും ആ ഉത്തമ മണവാട്ടി ആരുടെയൊക്കെ ആണെങ്കിൽ പോലും എൻ്റേതാണെന്ന് ദൈവത്തിന് 100% ഉറപ്പാണ് അല്ലേ. 200 എൻ്റെ മുന്തിരിത്തോട്ടം എൻ്റേത് മാത്രമാണ്. കർത്താവിന് വേണ്ടി മാത്രം പൂക്കുന്ന ഒരു മുന്തിരിത്തോട്ടമാണ് ഉത്തമ മണവാട്ടി. മനസ്സിലായോ? അവൾക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട് അല്ലേ. അവൾക്ക് ഒരു പക്ഷേ ഭർത്താവ് ഉണ്ടായിരിക്കാം, മക്കളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. എല്ലാം ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, പ്രിയൻ എൻ്റേതും. ആ ബന്ധത്തിൽ അവളും സെക്യൂറാണ്, കർത്താവും ആ ബന്ധത്തിൽ സെക്യൂറാണ്. ആ കോൾ യൂണിവേഴ്സൽ ആയതുകൊണ്ട് നമുക്കറിയത്തില്ല ആരൊക്കെ അവിടെ ചെല്ലുമെന്ന് കേട്ടോ. അതെല്ലാവർക്കും ഉള്ളൊരു കോളാണ്. അപ്പോൾ നമ്മളെ ഒത്തിരി അത് ഇൻസ്പയർ ചെയ്യണം. എൻ്റെ മുന്തിരിത്തോട്ടമാകട്ടെ എൻ്റേത് മാത്രമാണ്. സോളമൻ, നിനക്ക് 1000 ഉണ്ടായിക്കൊള്ളട്ടെ, കൃഷിക്കാർക്ക് 200 ഉണ്ടായിക്കൊള്ളട്ടെ. ഉദ്യാനത്തിൽ വസിക്കുന്നവളെ, എൻ്റെ തോഴിമാർ നിൻ്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുന്നു, ഞാനും അത് കേൾക്കട്ടെ. അത് നമുക്ക് പേഴ്സണലായിട്ട് ചില വചനങ്ങളെ എടുക്കാം. എൻ്റെ പ്രിയനെ വേഗം വരിക, സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻ കുട്ടിയെപ്പോലെയോ ചെറുമാൻ പേടയെപ്പോലെയോ വേഗം വരിക. മണവാട്ടി ഫൈനലി പറഞ്ഞു നിർത്തുക, എൻ്റെ പ്രിയനെ വേഗം വരിക, സുഗന്ധദ്രവ്യങ്ങളുടെ മലകളിൽ കലമാൻ കുട്ടിയെപ്പോലെയോ ചെറുമാൻ പേടയെപ്പോലെയോ വേഗം വരിക. അപ്പം നമ്മൾ ഉത്തമഗീതം പഠിച്ചു കഴിഞ്ഞു. 9:31 ആയി, കറക്റ്റ് സമയത്ത് തീർന്നു. അപ്പം നമുക്ക് ഇത് എല്ലാവർക്കും ഒന്നുകൂടി ഈ വചനങ്ങൾ 8:6 തൊട്ടൊന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. നിൻ്റെ ഹൃദയത്തിൽ മുദ്രയായും നിൻ്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. പ്രേമം മരണത്തെപ്പോലെ ശക്തമാണ്, അസൂയ ശവക്കുഴി പോലെ ക്രൂരവുമാണ്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല, പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ്വസമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയുമേ ഉള്ളൂ. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്കെല്ലാവർക്കും നമ്മൾ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സ്നേഹാഗ്നി കൊണ്ട് എന്നെ എരിക്കണമേ, ഉത്തമഗീതത്തിലെ പ്രിയ മണവാട്ടിയെപ്പോലെ എന്നെയും ആക്കി തീർക്കണമേ. കർത്താവേ, ഞാൻ നിൻ്റേതാണ് എന്ന് പറയുന്ന ആ ഒരു ബന്ധത്തിലേക്ക് നീ എന്നെ വളർത്തണമേ. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേതും. ആ ഒരു റിലേഷനിലേക്കാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. അത് ഓരോരുത്തർക്കുമുള്ള കോളാണ്. ഒരാൾക്ക് മാത്രമായിട്ട് ദൈവം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല, ഒരു ഗ്രൂപ്പിന് മാത്രമായിട്ട് ദൈവം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അത് അറ്റൈൻ ചെയ്യുന്നവരുടെ നമ്പർ കുറവാണ് എന്നൊരു ചെറിയൊരു ഹിൻറ്റ് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തമ മണവാട്ടിയായി തീരാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം, ആ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ആ കൃപയിൽ വളർന്ന് ഫൈനലി നമ്മൾ ആ പ്രിയൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ദിവസത്തിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉത്തമഗീതം നമ്മൾ 8 ചാപ്റ്ററും ഇന്ന് തീർത്തു. ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ്, വലിയൊരു കോളാണ്. ക്രിസ്മസിന് മുമ്പ് തീർക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസിന് മുമ്പ് തീർക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം എല്ലാം അത് അറേഞ്ച് ചെയ്തു. അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ കുറച്ച് വേഗമാണ് പോയതെന്ന് എനിക്കറിയാം. പക്ഷേ പറയേണ്ട എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാനുള്ളതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് നേരെ പറയും. ഇപ്പോൾ എല്ലാം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലായല്ലോ. ഒരു 3-4 ക്ലാസ്സുകളിൽ നമുക്കത് മനസ്സിലായി, ഏത് രീതിയിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ ഇനി മുന്നോട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കും. അപ്പം ആ ഒരു വലിയ കൃപയിലേക്ക് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാം പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.